ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവർ ലാ ഇലാഹ ഇല്ലല്ലാഹയെ സ്നേഹിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെന്ന് അറിയിക്കുന്നു അതിനെയും സ്നേഹിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തേട്ടം എന്താണോ അതിനെയും നമ്മൾ സ്നേഹിക്കണം. അങ്ങനെ ആ സ്നേഹം അത് നമ്മളിൽ മൂക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൻ്റെ പേരിൽ പരീക്ഷിക്കപ്പെട്ടാൽ, ശിക്ഷിക്കപ്പെട്ടാൽ നമുക്ക് ആ സ്നേഹമായിരിക്കണം മികച്ചു നിൽക്കേണ്ടത്. അത് നമ്മളെ ഒരിക്കലും ലാ ഇലാഹയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കാരണമാക്കാത്ത വിധമുള്ള സ്നേഹമായിരിക്കണം ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞില്ലേ, ഐന അന യാ റസൂലല്ലാഹ് ഇൻ ഖുതിൽ, റസൂലെ ഞാൻ വധിക്കപ്പെട്ടാൽ ഞാൻ എവിടെയാണ്? അപ്പോൾ ഫിൽ ജന്ന, നീ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന കാരക്കുകൾ വലിച്ചെറിഞ്ഞ് ജിഹാദ് ചെയ്യുകയും അങ്ങനെ അദ്ദേഹം വധിക്കപ്പെടുകയും ഉണ്ടായി എന്നുള്ള സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അവിടെ മരണം അത് രക്തസാക്ഷിത്വമായിട്ട് സ്വീകരിക്കുവാൻ അദ്ദേഹത്തിനുണ്ടായ ആ പ്രചോദനം ഈ ആദർശക്കൂറും സ്നേഹമാണ്. മനസ്സിലായി? അങ്ങനെ ഒരു വിശ്വാസി ആദർശത്തിൽ കൂറുള്ളവനും സ്നേഹമുള്ളവനും ആയിരിക്കണം എന്നാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കി തരുന്നത്.